ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ആത്മാവിൻ്റെ ശക്തിയോടെ നിറവോടെ കർത്താവേ ശുശ്രൂഷകൾക്ക് കർത്താവേ നേതൃത്വം നൽകുന്ന അവിടുത്തെ സഹായിക്കുമാറാകണം. അടിയങ്ങളെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടു. യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരും കർത്താവെ കൂടി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. സകലമാനവും മഹത്വം പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ. പുതിയതാം കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താൻ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.
ദേവദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്നും യേശുവേ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും യേശുവേ പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഹല്ലേലൂയ glory 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 hallelujah glory 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 യേശുവേ നാമേ 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 hallelujah glory 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 amen amen യേശുവേ നാമം hallelujah hallelujah glory 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 യേശുവേ രക്തം യേശുവേ നാമം യേശുവേ നാമം hallelujah glory 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 hallelujah hallelujah യേശുവേ നാമം glory 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 Yeshua 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 glory 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 hallelujah hallelujah Oh, thank you, Jesus. Hallelujah. Hallelujah. Praise the Lord. Hallelujah. 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 കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി വീണ്ടും അടച്ച് തുറന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മെ വീണ്ടും ശക്തീകരിക്കുവാൻ, കർത്താവ് നമ്മെ വീണ്ടും ബലപ്പെടുത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ നമ്മെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ആമേൻ. അവിടുത്തെ ശക്തി, ആത്യന്ത ശക്തി ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ അവിടുന്ന് അയക്കേണ്ടതിന് കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ആരെങ്കിലും ശാരീരിക പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യത്തോടെ മടങ്ങുവാൻ, മാനസിക ക്ലേശത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ വിടുതലോടെ മടങ്ങുവാൻ, ആമേൻ. ആത്മീകമായ ബലം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പകൽക്കാലം അപേക്ഷിച്ച ഒരു അനുഗ്രഹത്തിൻ്റെ പകൽക്കാലമാക്കി കർത്താവ് മാറ്റേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നല്ല സാക്ഷ്യങ്ങളെ, നല്ല പ്രബോധനങ്ങളെ, നല്ല ദൈവികാലോചനകളെയൊക്കെ കേട്ട് ബലം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുവാൻ, വീടുഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടത് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ മധ്യ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ വിശ്വസ്തകൾക്കായി, ദയക്കായി, പരിപാലനങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് സഭയായി കൂടി വന്ന കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഉപകാരങ്ങളെ, നന്മകളെ ഓർത്ത്
അങ്ങേ മഹത്വപ്പെടുത്തുവാനും നന്ദി കരയേറ്റുവാൻ സഹായിച്ച കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായി ദയക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യമുണ്ടായിരുന്നല്ലോ കർത്താവേ. ഞങ്ങളെ കണ്ണീരിന്നും കാലിൻ്റെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിനും കർത്താവ് വെടിവെച്ച് കർത്താവേ ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവേ ഈ പ്രഭാതത്തിൽ വീണ്ടും വന്ന് കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ ഉപകാരങ്ങളെ ഓർത്ത് കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ കർത്താവ് ജീവിതത്തിലെ എല്ലാ നന്മകളെ ഓർത്ത് കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുന്നത് സഹായിച്ച വിധങ്ങൾക്കാകത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു കർത്താവേ. ഹാലല്ലു അങ്ങ് എത്ര നല്ലവനായി വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ കർത്താവേ. ഹാലല്ലു കർത്താവേ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നമേ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി നോക്കുന്നത് സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ദാസനിൽ കൂടി കർത്താവ് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഹാലല്ലൂയ കർത്താവേ. വീണ്ടും പ്രഭാതത്തിൽ കർത്താവേ ആരാധനയായി കൂടി വന്ന കർത്താവേ അങ്ങ് സ്തുതിക്കുന്നത് സഹായിച്ച കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. പാടുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. പ്രാർത്ഥിക്ക് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ കർത്താവ്. നല്ല സങ്കീർത്തനങ്ങളെ നല്ല സാക്ഷ്യങ്ങളെ കർത്താവേ നല്ല പ്രബോധനങ്ങൾ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലല്ലൂയ ഞങ്ങളുടെ ദാസനെ ഈ പാൽക്കാലം വീണ്ടും കർത്താവ് എടുത്തുപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ക്രൂശൻ മറൽ നിർത്തിക്കാട്ടപ്പച്ച ആവശ്യമായ ദൈവിക ആരാധന ഞങ്ങൾ ദാസനെ കർത്താവ് എടുത്തുപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഹാലല്ലൂയ കർത്താവ് തുടർന്ന് കർത്താവേ കർത്തൃമേശയുടെ കർത്താവ് അതിൽ നിന്നും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും വിശുദ്ധിയോടെ കർത്താവിൽ ഞങ്ങൾ ദൈവം സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാല സഭയാം കുടുംബങ്ങളെല്ലാം ഓർത്തും സഹായിക്കണമേ. ആവശ്യമായ ദൈവത്തെ പകർന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന കർത്താവിന്റെ വിടുതലിന്റെ കാലം കർത്താവ് നീട്ടിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താവേ ഹാലുതാവേ മാനസികമായ ആരെങ്കിലും താവേ പ്രയാസത്തോടെ കടന്നു വന്ന കർത്താവേ വിടുതലോടെ മടങ്ങിപ്പോകത്തെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഹാലലൂയ ആവശ്യമായ ദൈവ കർത്താവ് എല്ലാവരുടെ മേലും പകർന്നാട്ട് കർത്താവേ. ദൈവമേ ഹാലു അടുത്ത ജീപ്പൻ ആവശ്യമായ ദൈവ കർത്താവ് ഞങ്ങളുടെ മേൽ പകർണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദൈവാസന കുടുംബാടോത് സഹായിക്കണമേ കർത്താവേ. ഹാലലൂയ ആരാധന ലീഡിയൻ ആവശ്യമായ ദൈവ അങ്ങയുടെ ദാസമേൽ കർത്താവ് പകർന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്ന കർത്താവേ. പുതിയ ബലത്തോടെ പുതിയ കൃപയോടെ മടങ്ങി ഞങ്ങൾ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുനാമം തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 138 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. Psalms 138 138 സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യം 8-ാം വാക്യം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. 138 സങ്കീർത്തനം Psalms 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ വിശുദ്ധങ്ങളും നോക്കി നമസ്കരിച്ചു, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നാം സ്തോത്രം ചെയ്യും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിലെ സർവ്വരാജന്മാരും വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. ഉന്നതങ്ങളും താഴ്മണനെ കടാക്ഷിക്കുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നിന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നാം നടന്നാലും നമ്മെ ജീവിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നമ്മെ ബലപ്പെടുത്തിയതുകൊണ്ട്, നമ്മുടെ യാത്രകളിൽ ഇടപാടുകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നത് കൊണ്ട്, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി ഇത് പകൽക്കാലം നാം ഒരുമിച്ച് പറയട്ടെ. ഞാൻ നിന്നതല്ല നാഥാ, അവിടെ നിലനിർത്തിയതാ. അവിടുത്തെ കൃപയാ, അവിടുത്തെ വിശ്വസ്തതയാ, അവിടുത്തെ ദയ, അവിടുത്തെ കരുണയാ നാഥാ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ, നമുക്കറിയുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന, അവൻ സ്തോത്രം നമ്മെ പരിപാലിക്കുന്ന ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ കർത്താവിന് മഹത്വം കരേറ്റുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആരാധ്യനേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻ മുഖമൻ ഹൃദയത്തിന് ആനന്ദമേ.
മുഖമൻ ഹൃദയത്തിലാനന്ദമേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിലാനന്ദമേ നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻ മുഖമേ ഹൃദയത്തിലാനന്ദമേ മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം ഓ മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിലാനന്ദമേ ഓ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ഓ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിലാനന്ദമേ ഓ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിലാനന്ദമേ തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിലാനന്ദമേ ഹല്ലേലൂയ
ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറുവിടമാണ് എനിക്കവൻ, പ്രിയൻ ചാരിടും ഞാൻ അവനെ. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. പ്രിയൻ ചാരിടും ഞാനവനിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എൻ്റെ അല്ലലാകിലാവും വീഴും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ അല്ലലാകിലാവും വീഴും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. കുഞ്ഞിനെ മറന്നിടിലോ കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. കുഞ്ഞിനെ മറന്നിടിലോ കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ അല്ലലാകിലാവും തീർത്തിടും താൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ അല്ലലാകിലാവും തീർത്തിടും താൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തരത്തിൽ വൻ സാഗര ജനമെല്ലാം അടക്കുന്ന കരുതയും യാഹവൻ താൻ. ഇരുതരത്തിൽ വൻ സാഗര ജനമെല്ലാം അടയ്ക്കുന്ന കരുതയും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെ എന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താ ചെയ്യവേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താ ചെയ്യവേ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ അല്ലലാകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ അല്ലലാകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ള കലങ്ങുന്ന നേരത്തു നീ എന്തൻ വാഴ്ത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ള കലങ്ങുന്ന നേരത്തു നീ എന്തൻ വാഴ്ത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ള കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ള കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്.
തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ മാറും മനുജരെല്ലാം മഹിമതലമീജാലക്കിരയായി മാറുകിലും മാറും മനുജരെല്ലാം മഹിതലമതു തീജാലക്കിരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമാ തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമാ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലലാകിടാവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലലാകിടാവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ തിരുക്കാരത്തിൽ വൻസാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുതേഴും യാഗവൻ തിരുക്കാരത്തിൽ വൻസാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുതേഴും യാഗവൻ ഒരു ഇളയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ ഒരു ഇളയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ ഹല്ലേലൂയ ഗീതം പാടിടും ഒരുമിച്ച് ശക്തിയോടെ ഹല്ലേലൂയ എന്റെ അല്ലരാഗിരാവും ഗ്ലോറിയ ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം താങ്ക് യു ജീസസ് ആമേൻ എന്റെ അല്ലരാഗിരാവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ആമേൻ ഉള്ളക്കാലത്തിൽ വരച്ചവരൂതിക്കീശന്താൻ എന്നുടെ ആശ്വാസകൻ ഉള്ളക്കാലത്തിൽ വരച്ചവരൂതിക്കീശന്താൻ എന്നുടെ ആശ്വാസകൻ ഹല്ലേലൂയ പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലലാകിലാവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ജീവിത യാത്രയതിൽ എന്റെ അല്ലലോരെ തീർത്തിടും കാൽ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ ജീവിത യാത്രയതിൽ എന്റെ അല്ലലാകിരാവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലലാകിരാവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ശരണമതാകയ പാടിടും ഞാൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ ഏറ്റമുറപ്പുള്ള
ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്ക് പ്രിയൻ ചരിടും ഞാൻ അവനിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലനാകിലും തീർത്തിടും നാളൊക്കെ പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ Hallelujah, 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇതുപോലെ ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇന്ന് പ്രഭാതത്തിലും സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയത് ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന
അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ആമേൻ അത് അനുഗ്രഹമായി തീർന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്ത ദാസനെ നമ്മുടെ മധ്യേ കഴിഞ്ഞ 4 ദിവസങ്ങളിലും വളരെ ശക്തമായി ഉപയോഗിച്ചതോർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ദേവദാസൻ വരുന്നുണ്ട്. നമുക്ക് ആമേൻ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ദൈവികാലോചന ആമേൻ സ്തോത്രം അനുഭവിപ്പാൻ, ഏറ്റെടുപ്പാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം വായിച്ച സങ്കീർത്തനം അത് 138 സങ്കീർത്തനമാണ്. 137 സങ്കീർത്തനം ഒരു വിലാപഗീതം ആണെങ്കിൽ 138 സങ്കീർത്തനം നാം വായിച്ചപ്പോൾ സ്തോത്രം ചെയ്തതുപോലെ ഒരു സ്തോത്രഗീതമാണ്. ആമേൻ. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അനുഭവിച്ചറിഞ്ഞ ആമേൻ സ്തോത്രം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്ന, സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് ഈ 138 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. താഴ്മയുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരെ ആമേൻ സ്തോത്രം കടാക്ഷിക്കുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, ആ ദൈവത്തെ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വരച്ചു കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരം അരുളി. ആമേൻ സ്തോത്രം. എൻ്റെ ഉള്ളിൽ ബലം നൽകി, ഒരു ആത്മീക ബലം സ്തോത്രം എൻ്റെ ഉള്ളിൽ നൽകി എന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ആമേൻ. ഓരോ ദിവസങ്ങളിലും ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥനയ്ക്കായി, കൂട്ടായ്മയ്ക്കായി, ആരാധനയ്ക്കായി ആമേൻ സ്തോത്ര കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായി നാം കടന്നു വന്നിരിക്കുമ്പോൾ ഈ ആത്മീക ബലം ഓരോ ദിനവും അതിശയകരമായി മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ആ ബലമാ സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളി നമുക്ക് ആത്മീക ബലം, നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഈ ഒരു കർത്താവ്. സ്തോത്രം. ഇതല്ലേ പൗലോസ് അപ്പോസ്തലൻ അവൻ തൻ്റെ ശരീരത്തിലെ ശൂലം മാറേണ്ടതിന് 3 വട്ടം അപേക്ഷിച്ചു. കർത്താവിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. അവൻ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പൗലോസ് പറയുന്നു, അതെ ആ ശക്തിയായി എനിക്ക് ആവശ്യം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് പറയുവാനായിട്ട് കഴിയും? അതെ അവിടുത്തെ ആ ബലം, ആ ശക്തി, അത് എനിക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമാണ്. സ്തോത്രം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ആമേൻ സ്തോത്രം ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നൊരു കാര്യം 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ആമേൻ നാം വായിക്കുമ്പോഴത്തേക്ക് കാണുവാൻ കഴിയുന്ന 6-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, താഴ്മയുള്ളവരെ അവിടുന്ന് കടാക്ഷിക്കുന്ന ദൈവം, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. 7-ാമത്തെ വാക്യം, കഷ്ടതയിലൂടെ ഞാൻ നടന്നാലോ നീ എന്നെ ജീവിപ്പിക്കും. സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്നെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, സ്തോത്രം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവാൻ ശക്തനായ ഒരുത്തന. സ്തോത്രം. ആ പ്രവൃത്തി തികയ്ക്കില്ല എന്ന് ശത്രുവായവൻ വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം സമാപ്തി വരുത്തുന്ന, തികയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ തിരുവഴുത്തിൽ സങ്കീർത്തനക്കാരൻ പറയുക, അവിടുന്ന് എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ അതിശയകരമായി കഷ്ടതയിലോ സ്തോത്രം നടത്തുന്ന കർത്താവ്, എന്നെ ഉയർത്തുന്ന കർത്താവ്, എന്നെ ശക്തീകരിക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മെ വഴി നടത്തുന്ന കർത്താവ്, നമ്മെ ശക്തീകരിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് എന്ന് പറയും. All children can stand together and we'll recite the Bible verse. Timothy Joe Standy will come forward and will lead the session. Praise the Lord. Psalms 12 verse 6.
And the word of the Lord are flawless, like silver refined in a furnace of clay, purified 7 times. Amen. Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് അവരെ ബലപ്പെടുത്തുമാറാക്കണം. ഇത്രത്തോളം അവിടുന്ന് കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ ആത്മീക ബലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അധികമായി അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള കഴിവ് ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. ബോർഡ് എക്സാമിനൊക്കെ കർത്താവെ തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, അവരെ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ള സമയത്തിൻ്റെ പരിമിതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആമേൻ. സാക്ഷ്യം പറയുവാൻ എഴുതേക്കുന്ന പ്രിയപ്പെട്ടവർ ചുരുക്കം വാചകങ്ങളിൽ പറയണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2025 ഒന്നാം മാസം ദൈവമക്കളോടും ദേവദാസനോടും കുടുംബത്തോടും ഒത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഡിസംബർ 28 ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി അവധിയോടനുബന്ധിച്ച്. എന്നാൽ അവിടെ ചെന്ന് വൈകുന്നേരമായ രാത്രിയിൽ അമ്മച്ചി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ശുശ്രൂഷ എല്ലാ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച ദേവദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും സഹോദരിമാരോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ചൈന തനിച്ച് നാട്ടിലായിരിക്കുന്നു. എൻ്റെ മകൻ എറിക്കിന് കഴിഞ്ഞ ജനുവരി 7 ഒരു വർഷം പുതുവർഷത്തിലേക്ക് കടക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം 27 അവരുടെ കുടുംബജീവിതത്തിലും ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം മകനും കുടുംബത്തിനും കൊടുക്കേണ്ടതിനും മകളുമായിരിക്കുന്നിടത്ത് കർത്താവ് കാത്തു പരിപാലിക്കേണ്ടതിനും ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. നിന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുടുംബമായ ദൈവത്തെ ആരാധിക്കേണ്ടതിനും തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നിരിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി പിന്നെ നിർത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ചതുപോലെ ഇന്ന് വായിച്ചിരിക്കുന്ന വചനം പോലെ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ദൈവം എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പല പ്രാവശ്യങ്ങളിലും പർവ്വതങ്ങൾ കുലുങ്ങുന്നത് പോലെയും സമുദ്രം കലങ്ങിമറിയുന്നത് പോലെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടും യഹോവയുടെ കരമാണ് എന്നെ താങ്ങിയത്. ഈ 18 വർഷക്കാലം വെച്ച് ദൈവത്തെ കണ്ട് വിളിച്ച കാല് ബോട്ട് തന്നെ പോയി നടക്കുവാൻ ദൈവം സഹായിച്ചു. കുറച്ച് മാസക്കാലം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രികാലം നാട്ടിലേക്ക് തിരികെ പോകുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മോനെയും ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും കുഞ്ഞു വച്ച് ഡേവിഡ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കാലം അവന് ഭയങ്കരമായൊരു വിഷമങ്ങളിലൂടെ കടന്നുപോയി. മിൽക്കിൻ്റെ പ്രശ്നത്താൽ ഫുഡ് പോയിസണിലെല്ലാം കടന്നുപോയെങ്കിലും ദൈവ അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമാക്കാതെ ഇത്രത്തോളം കാത്ത് ഇന്നലെ ഒരു വയസ്സ് ഇതായി അവന് വേണ്ടി പ്രാർത്ഥിച്ച പല ദൈവമക്കളുമുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുന്നു. പിന്നെ ന്യൂസിലാൻഡിലിരിക്കുന്ന മോനും ഫാമിലിയെ അവരെ ഓർത്തും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും അവർ കുഞ്ഞു വച്ച് 3 വയസ്സായി. അവൾ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഭാഷയുടേതായ പ്രയാസങ്ങളുണ്ട്. അതിനെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെയും ദൈവസന്നിധിയെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. ആമേൻ, ആമേൻ. സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പാൽക്കാരൻ കൂടി ദൈവസന്നിധിയായി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ അവധിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സൺഡേ മസ്കറ്റിൻ്റെ പ്രദേശത്ത് തിരിച്ചു വരാൻ ഇടയായി തീർന്നു. അതിലായിരുന്നപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ സർജറി എല്ലാം ചെയ്യാൻ ഇടയായി തീർന്നു. കോംപ്ലിക്കേഷനൊന്നും കൂടാതെ സർജറി എല്ലാം പൂർത്തീകരിക്കാൻ ഇടയായി തീർന്നു.
ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് അതെല്ലാം അത്രയും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യുവാൻ ഇടയായി തീർന്നത്. അതിനാണ് ഞാൻ ദൈവമക്കളിനോട് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ റിപ്പോർട്ടെല്ലാം വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു തക്ക സമയത്ത് അത് ചെയ്തുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസോ ഫർദർ ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയൊരു അത്ഭുതമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന് ഒരിക്കലും നന്ദി പറഞ്ഞാലൊന്നും തീരാത്തൊരു അത്ഭുതമാണ് ദൈവം ചെയ്തത്. അതിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവമക്കളോട് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ഡെഡിക്കേഷനും ഈ അവധിയോടുകൂടെ ചെയ്യുവാൻ കഴിഞ്ഞു. അതിനും ദൈവമക്കളോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നോളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എളിയനായിരിക്കും ഈ ആഴ്ചയും കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ നാളുകളിൽ ദൈവം നല്ലവനായ വിശ്വസ്തനായി കൂടെ ഇരുന്നു. ദൈവഹിതമായാൽ ഈ അടുത്ത ബുധനാഴ്ച അടിയൻ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. തക്ക സമയത്ത് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു. എവിടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ പ്രിയ ലിജി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞ നാളുകളിൽ നാട്ടിലായിരുന്നല്ലോ. ആ സമയത്തൊക്കെ വേർപാടിൻ്റെ ദുഃഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അമ്മയെ പ്രത്യാശയോടെ അമ്മയെ സ്തോത്രം ആശ്വാസത്തോടെ കർത്താവ് നിർത്തിയല്ലോ, ബലപ്പെടുത്തിയല്ലോ. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വീണ്ടും നമുക്ക് പ്രിയ ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ അധികമായി പകരപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അച്ചായനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ചായനെയും കർത്താവ് ബലപ്പെടുത്തണം. തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയറിക്കിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു വർഷം കൂടെ കർത്താവ് ജീവിതദാനമായി നൽകിയല്ലോ. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ നൽകിയല്ലോ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ആയിരനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ഗ്രേസി ആൻറ്റിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു, ഇത്രത്തോളം ബലപ്പെടുത്തി അമ്മയിൽ സ്തോത്രം. ദൈവകൃപ വീണ്ടും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് യാത്രകളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശിഷ്ട തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെയും ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കുഞ്ഞു പൈതൽ ഡേവിഡിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ. ശാരീരിക പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയെന്ന കർത്താവ് കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. പൂർണ്ണ സൗഖ്യവും ബലവും പകരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ന്യൂസിലാൻഡിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ശിവമൂർത്തി ബ്രദർ അമ്മയെ നമുക്ക് ഏവർക്കും അറിയാവുന്നപോലെ കഴിഞ്ഞ നാളുകളിൽ അമ്മയെ പ്രിയ സഹോദരന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. തൈറോയിഡ് സർജറിയൊക്കെ വളരെ വിജയകരമായി പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ഒരു വലിയ അത്ഭുതം തന്നെ ആ വിഷയത്തിൻ്റെ മധ്യേ കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും അവിടുത്തെ ദാസനെയും നമ്മെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. കർത്താവ് ശക്തീകരിക്കേണ്ടതിന് കർത്താവിന് വേണ്ടിയേറെ പ്രയോജനപ്പെടുവാൻ ഈ നാളുകളിൽ കർത്താവ് ഇടയാക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല കർത്താവ് പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയ ഭവനത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷയും ചെന്ന സമയത്ത് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അമ്മയെ വീണ്ടും പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സജുദാനി ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുത്തെ ദാസനെ ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തി സഹായിച്ചു. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് വിശേഷ ബുധനാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കേണ്ടതിന് എത്രയും പെട്ടെന്ന് മടങ്ങി വന്ന് അമ്മയെ സ്തോത്രം നല്ലൊരു ജോലി പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദാസനെ കുടുംബമായി കർത്താവ് ശക്തീകരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ചില വിഷയങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ ജോസ് വർഗീസ് ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ചാനെ കർത്താവ് പൂർണ്ണ സൗഖ്യം ബലവും നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ രമ്യ സിസ്റ്റർ നമ്മുടെ തമിഴ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയ രമ്യ സിസ്റ്ററുടെ മാതാവ് സൗഖ്യമില്ലാതെ ആയിരിക്കുന്നല്ലോ. കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ബാവുച്ചെറിയാൻ പാസ്റ്ററെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ അദ്ദേഹത്തെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ പുതിയതായിട്ട് അമ്മയെ വരുന്ന ആളുകളിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യാത്രാ ക്രമീകരണങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുത്തൻ അഭിഷേകത്തോടെ കടന്നു വന്നോ കർത്താവിൻ്റെ വേലയിലായിരിക്കാം കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചും തുറന്ന് നടക്കും ദൈവവചന ശുശ്രൂഷയെ സമർപ്പിച്ചും നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കാമല്ലോ. കർത്താവെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സഭയായി ഞങ്ങളോട് കരുണ കാണിച്ച കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാനമെന്നോർത്ത് കർത്താവെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേണ്ടുന്ന ദൈവകൃപ നൽകി അവിടുത്തെ അഭിഷേകം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ. വിദ്യാലയങ്ങളായിരിക്കുമ്പോൾ കർത്താവെ കുഞ്ഞുങ്ങൾ ഹാലേലിയ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ.
അവിടുത്തെ വലിയ സൗഖ്യവും ബലവും അവിടുത്തെ വലിയ സാന്നിധ്യവും കൊണ്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷം മടങ്ങി വന്ന ഷിബു ബ്രദറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നൽകിയ ഭവനത്തിനായി സ്തോത്രം. നാട്ടിലേക്ക് യാത്രയാവുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് സഹായിക്കണമേ. അല്പസമയം ഞങ്ങൾ സന്നിധിയിലായിരിക്കുമ്പോൾ, അവിടുത്തെ വചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധയോടെ കർത്താവേ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിപ്പാൻ, താഴ്മയോടെ എളിമയോടെ ജീവിത ദിവസം ജീവിപ്പാൻ, നല്ല അന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വന്നു പോകുന്ന കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അല്പസമയം ഞങ്ങൾ സന്നിധിയിലായിരിക്കട്ടെ. കർത്താവിൻ്റെ മേശയിൽ ഞങ്ങൾ കൈനീട്ടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ ദാസനായി സ്തോത്രം. സൃഷ്ടിപ്പാൻ ശക്തീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സ്ഥകൃതി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. തുടർന്ന് ഒട്ടും സമയം ഞാൻ എടുക്കുന്നില്ല. കർത്താവിൻ്റെ ദാസന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ആമേൻ സ്തോത്ര സമയത്ത് വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാനത്തോടെ കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ ഭൂമുഖത്ത് നമുക്ക് കർത്താവ് തന്ന അവസരം തികച്ചും ഒരു പദവിയും ദൈവത്തിൻ്റെ ഭയങ്കര കരുണയുമാണ്. നമ്മൾ ശ്വസിക്കുന്നത് തന്നെ ഒരു മിറക്കിളാണ്. ഇന്ന് രാവിലെയും നമുക്ക് എഴുന്നേൽക്കുവാനും ദൈവത്തെ ആരാധിപ്പാൻ ഒന്നിച്ചു വരുവാനുള്ള അവസരം കർത്താവ് തന്നല്ലോ. ഞാൻ അല്പം ലേറ്റായിട്ടാണ് വന്നത്. ഞാനൊരു ആരാധനയ്ക്കും ലേറ്റായി പോകുന്ന ആളല്ല. അതിന് ഐ അപ്പോളജൈസ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. ഉത്തരവാദിത്വം അനുസരിച്ച്, പ്രിവിലേജസ് അനുസരിച്ച്, പദവികളനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മളിങ്ങനെ താഴെ നിൽക്കുമ്പം മണ്ടയ്ക്ക് കയറണമെന്ന ആഗ്രഹം. മണ്ടയ്ക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലായി അവിടം വരെ പോകണ്ടായിരുന്നു, താഴെ നിന്നിരുന്നാൽ കുറച്ചുകൂടെ സമാധാനമായിരിക്കുമെന്ന്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റുമായിട്ട് അങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഈ ആരാധനയിൽ സംബന്ധിക്കാൻ ഇടയായത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ മുഖവര പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ ഒമാൻ പെന്റിക്കോസ്റ്റൽ അസംബ്ലിയുടെ ക്ഷണമനുസരിച്ച് ഈ രാജ്യത്ത് വന്ന സമയം മുതൽ, എയർപോർട്ടിൽ തന്നെ ദേവദാസന്മാർ സ്വീകരിച്ച സമയം മുതൽ ഇതുവരെയും ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലിൻ്റെ, ദൈവദാസൻ്റെ ഒക്കെ ഭയങ്കരമായ, ഇതിൽ കൂടുതലൊരാൾക്ക് ഭയങ്കരമായ സ്വീകരണവും കെയറും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി രാജ്യങ്ങളും ഒത്തിരി ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രത്യേകതകൾ ഒത്തിരിയുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് ഒക്കെയില്ല. എന്നാൽ നിങ്ങൾ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാം വളരെ പിക്യുലറായിട്ട് ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നല്ലതായിട്ട് ചെയ്തു എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർക്കുക. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ സമയത്തെ ബഹുമാനിച്ച് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചാൽ ഉപകാരമായിരിക്കും. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ആമേൻ.
ഇന്ന് രാവിലെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത്, സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നതും ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുന്നതുമാണ്. എന്നാൽ ഇപ്പോഴ് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യം, നമുക്കെല്ലാം ഈ മൈൻഡ് ഫീഡിങ് പെർഫെക്ഷനാ താല്പര്യം. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, സമാധാനം തരുന്ന, ആശ്വാസം തരുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ്, ഈ ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, നിങ്ങൾക്കറിയാം, യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്. അതാണ് നമ്മുടെ സമാധാനം. എന്നാൽ ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് ആക്ട് ചെയ്യുന്ന പോലെ, സംസാരിക്കുന്നത് പോലെ, ഓടി നടക്കുന്ന പോലെ ഞാൻ ഈ ആരാധനയിൽ കാണിച്ചാൽ അത് തികച്ചും അബ്നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് അതിനർത്ഥം, വളർച്ചയില്ലാത്ത. ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രതീക്ഷ, അതവൻ ഇവിടെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും പാസ്റ്റർമാരെയും ഉപദേഷ്ടാക്കന്മാരെയും ടീച്ചേഴ്സിനെ ആക്കിയപ്പോൾ ദൈവം പ്രതീക്ഷിച്ച കാര്യം, അത് നാം എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളർന്നു വരണമെന്നുള്ളതാണ്. സ്തോത്രമൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദുഃഖം എത്ര വലുതായിരിക്കും. നിങ്ങൾക്കൊരു കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദുഃഖം, വരുന്നവരെത്ര ആശ്വസിപ്പിച്ചാലും, എത്ര ശക്തിയോടെ പ്രാർത്ഥിച്ചാലും, വിടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും, ആ ഹൃദയത്തിന് മാറ്റം വരണമെങ്കിൽ ഈ ജനിച്ച കുഞ്ഞിൻ്റെ വളർച്ചയെ ആശ്രയിച്ചിരിക്കും. ദൈവസഭ എന്ന് പറയുന്നത് നോട്ട് ആൻ ഓർഗനൈസേഷൻ, അത് ഓർഗനൈസേഷൻ പാർട്ട് ഇതിനുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഗവൺമെൻറ്റുകൾ അതിന് നമ്മൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് വേണം ജീവിക്കാൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ നമുക്ക് ഉപകാരമായി തീരുന്നു എന്നുള്ള സത്യമാണെങ്കിലും there is a government for the kingdom of God. ദൈവരാജ്യത്തിൻ്റെ ഭരണവും ലൗകിക ഭരണവും തമ്മിൽ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ലോസ് ഇല്ലാതെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ശരീരത്തിനാണേലും മൈൻഡിനായാലും എല്ലാത്തിനും നിയമങ്ങളാണ്. വി ആർ ബൗണ്ട് ടു ലോ. ഒത്തിരി സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഭക്ഷണമല്ല, പാനീയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊത്തിരി ഇങ്ങനെ നമ്മളെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതാണ്. ഇത് പരിശുദ്ധാത്മാവിലുള്ള ഒരു വളർച്ചയാണ്. നമുക്കെല്ലാം എൻ്റർടൈൻമെൻറ്റ് വേണം. നമുക്കെല്ലാം നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ചിന്തകൾ വേണം. നമ്മുടെ വളർച്ചയിൽ അനുകൂലമായി വരുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് അങ്ങനെ അനുകൂലമായ വളർച്ചയ്ക്കുള്ള പോഷക ഘടകങ്ങൾ നൽകുന്നത് ഒരൊറ്റ കാര്യമാണ്, നമ്മൾ വചനം ഭക്ഷിക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾക്കൊള്ളേണ്ട എല്ലാ പോഷക ഘടകങ്ങളും നമ്മുടെ തലമുടിക്ക്, നമ്മുടെ എല്ലിന്, നമ്മുടെ കണ്ണിന്, ഇങ്ങനെ ഉണ്ടല്ലോ, ഓരോ അവയവങ്ങൾക്കും അകത്ത് ലിവറിന് ഒക്കെ പ്രയോജനമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഉള്ളതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പാപമോചനം, അത് എന്തെങ്കിലും ചെയ്തോട്ട് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. എനിക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങൾക്കുണ്ടെങ്കിലേ ഉള്ളൂ. കുഞ്ഞ് ഓടട്ടെ, ചാടട്ടെ, അത് ചാടുന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾ വിഷമിക്കേണ്ട. അവർ രണ്ടുപേരും ഇച്ചിരി കഴിയുമ്പോൾ നിർത്തും, അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുപോക്കും. താങ്ക് യു, ആമേൻ. അപ്പോൾ ഞാൻ ഈ പിള്ളേർ എന്തെങ്കിലും ചാടിയോ ചോടി ചെയ്താൽ എൻ്റെ മനസ്സ് പതറത്തില്ല, നിങ്ങളുടെ പതറാതിരുന്നാൽ മതി. അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ദൈവസഭയിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ദൈവം തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളർച്ച അനുസരിച്ച ആ ബിഹേവിയർ പാറ്റേൺ കാണിക്കേണ്ടത്. മൈ തിങ് ഈസ് വി ഹാവ് ടു മൂവ് ഇൻ ടു പെർഫെക്ഷൻ. നമ്മൾ രക്ഷ കൊണ്ട് പെർഫെക്ഷനിലെത്തുന്നില്ല.
ഞാൻ ദൈവസഭയുടെ ആരാധന ആയതുകൊണ്ട് ഉപദേശത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുക. എന്നാൽ ധാരാളം ആളുകൾ രക്ഷ എന്നൊരു കാര്യം കിട്ടിയപ്പം സ്വർഗമെന്നുള്ള അനുഭവത്തിലാണ്. എൻ്റെ കർത്താവ് പറയുന്നു, രക്ഷിക്കപ്പെടുന്ന നമ്മൾ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ തന്നെ. അവിടം കൊണ്ട് തന്നെയല്ല നമ്മൾ കാണുന്നത്. പഴയ അടിസ്ഥാനങ്ങൾ പിന്നെയും ഇട്ടവർക്ക് കുഴപ്പമില്ല, അത് ഇട്ടുകൊണ്ടിരിക്കാനല്ല എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നു. അവരെ ന്യായപ്രമാണം സംബന്ധിച്ച് വളരെയധികം അവരുടെ തലമുറയെ പഠിപ്പിച്ച് അവരും പഠിച്ച്, ഓരോ യഹൂദ കുട്ടിയും ബാലനായിരിക്കുമ്പോൾ തന്നെ സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകളെ മനപ്പാടമാക്കുകയും തിരുവെഴുത്തുകളുമായി നല്ല ബന്ധമുള്ളവരുമാണ്. പക്ഷേ അവർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അവർ പോകുന്നത് 10 കൽപ്പനകളിലേക്കും പഴയ രീതികളിലേക്കും പഴയ പ്രമാണങ്ങളിലേക്കും പഴയ മാമൂലികളിലേക്കും തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യഹോവയുടെ വിധികളും ചട്ടങ്ങളും കുത്തും കോമായും നോക്കി ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ തെറ്റെന്ന് പറഞ്ഞില്ല. എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുയേശുവിലെ സ്തോത്രം കൃപയാൽ ശക്തിപ്പെട്ടും ക്രിസ്തുയേശുവിൽ നിന്ന് സമ്പാദിച്ച ആത്മീയ അനുഭവങ്ങളുടെ പിന്നിൽ നിന്ന് തിരുവെഴുത്തുകളെ ദിനംപ്രതി വായിച്ച് തിരുവെഴുത്തുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കൊണ്ടെത്തിച്ച് ഒരു ദിവസം നമ്മൾക്ക് തന്നെ ബോധ്യം വരത്തക്കവണോടെ എത്തണം. ഞാൻ ജീവിക്കുന്നത് സ്തോത്രം ഞാൻ കഴിക്കുന്ന ചപ്പാത്തിയും ചിക്കനും ഒന്നും കൊണ്ടല്ല. യേശുവിന് മഹത്വം. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ എൻ്റെ ന്യൂട്രീഷൻ എനിക്ക് പറഞ്ഞു തന്ന ചില തത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ടല്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മളുടെ ജീവിതം ഭൗമിക മണ്ഡലത്തിലെ കാര്യങ്ങളെ തള്ളിക്കളയാനിട്ട് പറയുന്നില്ല, അത് ബാലൻസ് ചെയ്യണം. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയുക, കർത്താവ് വരുമ്പോഴത്തേക്ക് ദൈവസഭ ക്രിസ്തു എന്ന തലയോളം വളർന്നിരിക്കണം. അതിനുവേണ്ടി ആ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പദ്ധതിയിൽ ദൈവം തൻ്റെ സഭയിൽ അപ്പോസ്തോലന്മാരെ ആക്കിയത്. ഇപ്പോൾ ഒത്തിരി സെൽഫ് ഓർഡൈൻഡ് അപ്പോസ്തോലന്മാരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താ അപ്പോസ്തോലൻ എന്നൊക്കെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ചിലരെ പ്രവാചകന്മാരായി വിളിച്ചിട്ടുണ്ട്. പ്രവചനം എന്ന് പറഞ്ഞതും ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തൊരു ഓഫീസാണ്. ഇവരെ ആക്കിയിരിക്കുന്നത് അത് നാം എല്ലാവരും, ഒന്നുകൂടെ അത് വായിക്കാമോ? 12-ാം വാക്യം 13-ലായിരിക്കും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും, ഒന്ന് നിർത്തി വരണേ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും. ഇവിടെ പ്രസംഗിക്കുന്ന ഫിന്നി ജേക്കബും ഒരു കൊച്ചു കുഞ്ഞിന് എന്ത് പ്രായമുണ്ട് ഇത് ഗ്രഹിക്കാനെന്ന് വെച്ചാൽ ആ അളവിലുള്ള ഒരു കുഞ്ഞിനും വിശ്വാസത്തിൽ ഒരു വളർച്ച ആവശ്യമാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കർത്താവ് ചോദിച്ചിട്ടുള്ള ചോദ്യം, നിങ്ങൾ അല്പവിശ്വാസികളാകുന്നത് എന്ത്? നീ വിശ്വസിക്കുന്നുവോ? നിനക്ക് വിശ്വാസമുണ്ടോ? എന്താ നമ്മളതിൽ നിന്ന് ഗ്രഹിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പലപ്പോഴും വിശ്വാസമുണ്ടെന്ന് കണ്ട് നമ്മൾ സഞ്ചരിക്കാറുണ്ട്. എനിക്കൊരു രോഗസൗഖ്യം ഉണ്ടാകുന്നു എന്നുള്ളതല്ല എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം പ്രവർത്തികളാലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ഞാനൊരു ദൈവവൈതലായി തീർന്നു. അതാ എൻ്റെ വിശ്വാസം. ക്രിസ്തുയേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ സ്തോത്രം, അതേ ആത്മാവിനെ കൊണ്ട് എൻ്റെ ഈ മർത്യ ശരീരത്തെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് തന്നല്ല, പുത്രൻ്റെ രാജ്യത്തിൽ അവനോടൊപ്പം എന്നെ ഇരുത്തി പദവികളും അനുഗ്രഹങ്ങളും തന്ന ഇവിടെയും അവിടെയും എന്നെ നിലനിർത്തുമെന്നുള്ള വിശ്വാസമാണ്. കൈയുള്ളൊരടിച്ചു പറ, കർത്താവേ വിശ്വാസത്തിനൊരു സ്തോത്രം പറയണം. ആധുനിക ലോകത്തിലെ വിശ്വാസം, എനിക്ക് ഒത്തിരി പ്രീച്ചേഴ്സിനെ അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പഠനങ്ങൾ ഞാൻ പഠിക്കാറുണ്ട്, അതിലേക്ക് ഞാൻ ചെന്ന് പെടാറില്ല. ആ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ വിശ്വസിച്ചാൽ നീ ഒരു മില്യനറാകും, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് കേൾക്കുന്ന നമ്മുടെ ഒരു സന്തോഷം. ഞായറാഴ്ച ആരാധനകളിൽ പോലും ഉപദേശത്തിൻ്റെ ഒരു കാര്യവും പറയാൻ തുനിയാത്ത ഒത്തിരി സഭകൾ, ഒത്തിരി വ്യക്തികൾ ലോകത്തിലുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിന് ഈ സഭയോട് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ച ദൂത്, അത് നാം എല്ലാവരും. ആരും പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല ഇവിടെ ഇരിക്കുന്നവർ, ഞാനുമില്ല. ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ല.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ ആ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, ആ തലയോളം വളർന്നു വരുമ്പോൾ, അത് വചനത്തിലുള്ള വിശ്വാസത്തിൽ അവിടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കേണ്ടവരാ, മുരടിച്ചു പോകേണ്ടവരല്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മളെ കാണാതാകേണ്ടവരല്ല. നമ്മൾ ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിൽ സമ്പന്നതയിലേക്ക് വരേണ്ടത്. അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും നൽകുന്ന ഒരു പുസ്തകമാണ് തിരുവെഴുത്ത്. സ്തോത്രം, സ്തോത്രം. അത് നാം എല്ലാവരും എന്തിൽ? വിശ്വാസത്തിലും. വായിച്ചാട്ടെ പ്ലീസ്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും മതി. ഇനിയും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത. ഇറ്റ്സ് സർപ്രൈസിങ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ആയിരക്കണക്കിന് സഭകൾ, എത്ര കണക്കിന് ഉപദേശങ്ങളെന്ന് എനിക്കറിയത്തില്ല. ഹലോ, ആ ഉപദേശത്തിൽ വരുന്ന വേരിയേഷൻസ്, കർത്താവിൻ്റെ വചനം പറയുന്നു, ഓരോ ഉപദേശവും കേൾക്കുമ്പം ഇങ്ങനെ ആടുന്ന ഈ വൃക്ഷങ്ങളുണ്ടല്ലോ, ഈ കാറ്റടിക്കുമ്പോൾ, അതിന് നല്ല മലയാള പദം എവിടെ ഉപയോഗിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ഇത് അങ്ങോട്ടും ആടും ഇങ്ങോട്ടും ആടും. എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത ഒരുത്തരുടെയും ഉപദേശത്തിന്, അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ മോചനമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു ഉപദേശത്തിനും വഴങ്ങാനല്ല ദൈവം നമ്മെ കണ്ടെത്തിയത്. ക്രിസ്തുയേശുവിലെ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആ വിശ്വാസത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഗ്രഹിക്കാനൊക്കെയുള്ളൂ. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുണ്ട്. ഫോർ നോളജ്, ദേ ആർ നോളജ് ആൻഡ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. 3 പദമാണ്. അതൊന്നും പഠിപ്പിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. എന്നാൽ നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ ജ്ഞാനമെന്നും അറിവെന്നും ബുദ്ധി എന്നും ഒക്കെ പറയുന്നെങ്കിലും വളരെ ക്ലിയറായി ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വി ഓൾ കം ടു ദ നോളജ് ഓഫ് ഗാഡ്. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർക്ക് വേണമെങ്കിൽ അറിയാം, നമ്മളെല്ലാം അവനെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒറ്റയ്ക്ക് കഴിഞ്ഞ ആഴ്ച യേശുവിനെ കുറിച്ച് എന്തുകൂടെ അറിയാനൊത്തു? ഞാൻ 48 വർഷം വിവാഹിതനാണ്. ഞാനും എൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഒരറിവുമുള്ളവരല്ലായിരുന്നു. ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്നു, എൻ്റെ ഭാര്യ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ഇന്ത്യയിൽ വന്ന് ഒരു ദിവസം ഈ സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടാൻ അവസരം പേരൻസ് ഒരുക്കുന്നു. ആ അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, നീ അവളെ കെട്ടിടാന്ന് പറയാത്ത ഒരപ്പനായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നു. അക്കാലത്ത് ഭൂരിപക്ഷം കല്യാണവും ഒരാളെ കാണിച്ചു തരും, ആ ആളിനെ കല്യാണം ചോദിച്ചിടുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഒരറിവുമില്ലാത്ത ഈ വ്യക്തിയെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ, എന്നെ ഒരറിവുമില്ലാത്ത ഈ വ്യക്തിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ, അറിവ് വർദ്ധിച്ചപ്പോൾ, അന്യോന്യമുള്ള അറിവ് വർദ്ധിച്ചപ്പോൾ, സ്നേഹവും അതുപോലെ വർദ്ധിച്ചു. നിങ്ങൾക്ക് എൻ്റെ ദൂത് മനസ്സിലാകുന്നില്ല. അറിയാതെ ഉള്ള സ്നേഹമുണ്ട്, വെറി ഇമോഷനായിട്ടുള്ള അപ്പിയറൻസിലുള്ള ഈ നമ്മുടെ ഉണ്ടല്ലോ പപ്പി ലവ് എന്ന് പറയുന്നതിന്, അങ്ങനെയുള്ള സ്നേഹമുണ്ട്. എന്നാൽ യേശുവിനെ ഒരാൾ അറിഞ്ഞാൽ, അവൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞാൽ, അവൻ ആരാന്നറിഞ്ഞാൽ, അവൻ എന്താ എനിക്ക് ചെയ്തതെന്നറിഞ്ഞാൽ, അവൻ കർത്താവും രാജാതി രാജാവും, പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം ജീവനെ വെച്ചു തന്നതുകൊണ്ട് ഞാൻ 2 കാലിൽ നിന്നുകൊണ്ട് ശക്തിയോടെ ഈ പ്രായത്തിലും വളർച്ചയുള്ളവനായി തീരാൻ, അതുകൊണ്ട് ദിനംപ്രതി തിരുവെഴുത്തുകളെ ആരാഞ്ഞെങ്കിൽ മാത്രമേ ഈ ദൈവപുത്രനായ ക്രിസ്തുവിനെ അറിയത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഇവിടെ 6:45 മറ്റോ വന്ന് ദേവദാസന്മാരുടെയോ അല്ല മറ്റുള്ളവരുടെയോ ദൂതുകൾ കേട്ടിട്ട് അതും കൊണ്ടങ്ങ് പോയി, ചിലപ്പോൾ പകുതി കേട്ടു പകുതി കേട്ടില്ല. അങ്ങനെയല്ല. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളെപ്പോലുള്ളവരെ ആക്കിയിരിക്കുന്നത്, നിങ്ങളിൽ ചിലരെ പോലുള്ളവരെ ആക്കിയിരിക്കുന്നത് ഈ സഭയെ പരിജ്ഞാനപൂർത്തിയിലെത്തിക്കാനാണ്. We must know Christ. പൗലോസ് പറയുന്നു, I should know him in the power of his resurrection. അപ്പോൾ ഈ പരിജ്ഞാനത്തിലുള്ള അറിവ് സമ്പാദിച്ചു തരുന്നത് യേശുവിനെ കേവലം ഒരു ചരിത്ര പുരുഷനായിട്ടല്ല. ഞാനിപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച്, ഇപ്പോഴും അവിടെ ഈ സ്റ്റാറും ഇങ്ങനെ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ സാന്റാ ക്ലോസ്, അതിനെ ഇങ്ങനെ എല്ലാവരും ക്രിസ്മസ് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സാന്റായ, ഈ സാന്റായുടെ ഒക്കെ രൂപമൊക്കെ അവിടെ ഇരിക്കുന്നു.
ഞാൻ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ പാട്ടല്ല, ഇപ്പം പരിഷ്കരിച്ച പാട്ടാണ്, യേശുവുമായി ബന്ധമില്ലാത്ത പാട്ടാണ് ക്രിസ്മസിന് പോലും പാടുന്നത്. പണ്ടൊക്കെ പിന്നെ ഈ യേശുവുമായിട്ട് എന്തോ ബന്ധമുള്ള പോലെ ഞാൻ മർത്തോമ CSI ഇങ്ങനെ സംഭ്രമിക്കും കൈകളാൽ യേശുരാജൻ പശുക്കൂട്ടിൽ പിറന്ന കുറഞ്ഞ. പക്ഷേ യേശു എവിടെ ജനിച്ചതെങ്കിലും ഇപ്പം അങ്ങനൊന്നുമല്ല. ഓ യു ബെറ്റർ വാച്ച് ഔട്ട്, യു ബെറ്റർ നോട്ട് ക്രൈ, സാന്റാ ക്ലോസ് ഈസ് കമ്മിങ് ടു ടൗൺ. ഇപ്പോഴത്തെ പാട്ടതാ. യേശുവായിട്ട് വല്ല ബന്ധമുണ്ടോ? സാന്റാ ക്ലോസ് യേശുവായിട്ട് ഒരു ബന്ധവുമില്ല. അതെങ്ങനെ സെയിൻറ്റ് നിക്കോളസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഭാവമാണ്. അങ്ങേർക്ക് പിള്ളേരെ വലിയ ഇഷ്ടമായിരുന്നു സെയിൻറ്റ് നിക്കോളസിന്. ഒത്തിരി ക്യാൻറ്റീൻ അതും ഇതൊക്കെ കൊടുക്കും. എവിടുന്നോ സ്കാൻഡിനേവിയൻ തത്വങ്ങളിൽ നിന്ന് എടുത്തു വന്ന ഈ കൃഷി ചെയ്യുന്നവർക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ അത്രയും വരത്തില്ല. ഈ മഞ്ഞുകാലം വരുമ്പോൾ അവരിതെല്ലാം അങ്ങ് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രത്യേക ഫെസ്റ്റിവലുണ്ട്. അത് കഴിഞ്ഞേച്ച് ഇതെല്ലാം തീർന്ന് മഞ്ഞെല്ലാം പോയി കഴിഞ്ഞ് വീണ്ടും കൃഷി ചെയ്യാറാകുമ്പോൾ വരുന്ന വേറെ ഒരു ഫെസ്റ്റിവലുണ്ട്. ആദ്യത്തെ ഫെസ്റ്റിവലിന് ചെയ്യുന്നതല്ല രണ്ടാമത്തേതിന് ചെയ്യുന്നത്. ആദ്യത്തേതിന് ഇവർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ വൃക്ഷത്തിൽ ഇങ്ങനെ തലയോട്ടികളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ക്രിസ്മസ് ട്രീ ആയി മാറി. ഹലോ, നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തിയില്ല. ക്രിസ്മസ് ട്രീ നിങ്ങളുടെ വീട്ടിലിടുമ്പോൾ തലയോട്ടിയാണോ തൂക്കിയിടുന്നത്? അല്ലല്ലോ. മാറ്റങ്ങൾ കണ്ടോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എവിടെയൊക്കെയോ കാണിക്കുന്ന എന്തൊല്ലോ അല്ല ഇരിക്കുന്നത്. അത് എഴുതപ്പെട്ട പുസ്തകത്തിൽ പറയുന്നു, യേശു മാത്രം ദൈവപുത്രൻ. അവനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചെന്ന എഴുതിയിരിക്കുന്ന പുസ്തകം എനിക്ക് വേണ്ടി എഴുതിയെന്ന വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച യേശു ക്രിസ്തു മരിച്ചെന്ന് തന്നല്ല, അവനെ 3-ാമത്തെ നാളിൽ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിച്ച ദൈവമക്കൾ ആ കരമുയർത്തി ദൈവത്തിന്റെ പ്രവർത്തിക്ക് നന്ദി പറയണം. അപ്പോൾ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. പിന്നെ വരുന്നത്, ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും അത്രയില്ല, ഞങ്ങളൊക്കെ പാർക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നത്തേതാണ് ഈ ഫെസ്റ്റിവൽ ഓഫ് ഫെർട്ടിലിറ്റി. ആ ദൈവത്തെക്കുറിച്ചും അതും ക്രിസ്തുവൽക്കരിച്ചു. അന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒത്തിരി വർഷങ്ങൾ അമേരിക്കയിൽ ജീവിച്ച ഒരാളാണ്. ഈസ്റ്ററിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, ഇപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ, ബണ്ണീസ് കണ്ടില്ലേ, മുയലിനെ ബണ്ണീസ് അവരെ പിടിച്ച് ഇങ്ങനെ, അതിനൊക്കെ വെരി ബാഡ് ബാക്ക്ഗ്രൗണ്ട്സാണ് ഉള്ളത്. അതിനെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ല, എൻ്റെ സമയം ഏതാണ്ട് തീരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വന്നാൽ നമ്മൾ ഫെർട്ടിലിറ്റി ദേവൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷി വർദ്ധിച്ചു വരാൻ, അതൊക്കെ ബഡ് ചെയ്യാൻ, അതൊക്കെ വളർന്നു വരുവാൻ, കിളിച്ചു വരുവാൻ അവർ ചെയ്യുന്ന ഒരു പൂജ എന്ന് നമ്മുടെ ഭാഷയിലാണെന്ന് പറയാം, അവർ ചെയ്യുന്ന ഒരു യാഗമാണ്. അതുകൊണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മുട്ടയിടുന്ന ഒരു മുയലിനെ. എന്നാൽ ഈസ്റ്റർ അങ്ങോട്ടായി കഴിയുമ്പോൾ അന്നേരമുള്ള ഈ ബണ്ണീസ് എല്ലാം മുട്ടയാ, പിള്ളേരെ എഗ് ഹണ്ടിങ് എന്നതിന് പറയുന്നത്. ഹലോ, എനിക്കറിയാം ഞാൻ നിങ്ങളെ നിശബ്ദനായി കാണണം. ഞാനൊരു പഴയ പാസ്റ്ററല്ല, ഞാൻ മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന ഒരു പാസ്റ്റർ. രണ്ടും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ഒരാചാരവുമായി നമ്മൾ കൂടരുത്. ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയും, ഇന്ന് കഴിഞ്ഞ് നാളെ ഞങ്ങൾ പോകും, ഞാൻ നിങ്ങളങ്ങനെ പേടിക്കേണ്ട, ഇങ്ങനെ തിരിഞ്ഞ് അച്ചായ ഞാൻ വന്നിട്ടുണ്ട്, കൊച്ചപ്പ എന്നെ ഒന്ന് വിളിയൊന്നും പറയുന്ന ആളല്ല. അങ്ങനെ പ്രീതിയും വേണ്ട. എനിക്ക് ദൈവം തന്ന ഈ ലാസ്റ്റ് മൊമെൻറ്റിലും ഒരു കാര്യം പറയാൻ ആത്മാവിനോട് പറയുന്നു, എൻ്റെ ജനം തികവിലേക്ക് വരണം. OPR അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാ. OPR ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ള ദൈവസഭയാ. ഈ ദൈവസഭയിലുള്ള ദൈവമക്കളോട് പറയുക, നമ്മൾ ഇരിക്കുന്നതിൽ കൂടുതൽ വളർച്ചയിലേക്ക് വരുവാൻ ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ, പോഷകാംശങ്ങൾ അടങ്ങിയ തിരുവെഴുത്തുകളെ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് വായിക്കുകയും അതിലുപരിയായി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു തരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ദൈവദാസൻ്റെ നിർദ്ദേശങ്ങൾ വചനപ്രകാരം വായിച്ച് പ്രാർത്ഥിച്ച് ഇവിടുന്ന് കിട്ടുന്നത് വീട്ടിൽ പോയി അതൊന്ന് തിരിഞ്ഞു നോക്കി പഠിച്ചാൽ നിങ്ങളെ ആരാകുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ തികഞ്ഞവരാകും.
എത്ര പേർക്ക് വളർച്ച ആവശ്യമുണ്ട്? എത്ര പേർക്ക് ഉയർച്ച ആവശ്യമുണ്ട്? അത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. ഇന്നെല്ലാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം. ചില എൻ്റർടൈൻമെൻറ്റ് സഭയിലുള്ളതിനൊരു കുഴപ്പമില്ല. പക്ഷേ അന്യായ ബന്ധനങ്ങൾ, ജാതിക ആചാരങ്ങൾ നുഴത്തായ സംഭവങ്ങൾ, അവയിൽ നിന്നൊന്നും നമുക്ക് വളർച്ച കിട്ടത്തില്ല. അത് അധോഗതിയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. എന്നാൽ ഈ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കാനായിട്ട് പ്രവാചകന്മാരെ ആക്കിയിരിക്കുന്നു. പ്രവാചക ശുശ്രൂഷയെ വളർച്ചയ്ക്കും ദൈവ സാന്നിധ്യത്തിൽ ഉയർച്ചയ്ക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ പരിജ്ഞാനത്തിലും കൊണ്ടെത്തേണ്ടതാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്ക് ഇന്ന് രാവിലെ എനിക്കൊരാൾ, ഞാൻ ഇങ്ങനെ നിൽക്കല്ലേ, ഒരാൾ എനിക്കൊരു പ്രവചനം ഇങ്ങോട്ട് അയച്ചു. അതിനെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല. അദ്ദേഹം പറഞ്ഞ തെറ്റാണെങ്കിൽ അത് അദ്ദേഹവും ദൈവമായി തീർക്കുക. എൻ്റെ ജോലി കർത്താവ് ഇത് നിന്നിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പ്രവാചകൻ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞ ചിന്തയിലും പറയുന്ന ആളല്ല. നീ പോകുന്ന വഴിക്ക് അപകടത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്ന ആളല്ല. അത് കേരളത്തിൽ വെതർ പറയുന്ന പോലെ കോടയെടുത്തോ എടുക്കാതോ പോകാം. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കോടയെടുത്തോ കോടയെടുക്കാതോ പോകാം. ഇന്ന് മഴ പെയ്യാൻ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇച്ചിരി കാർമേഘം കൂടെ ഉണ്ടെങ്കിൽ. എന്നാൽ ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത ദൈവദാസന്മാർ വചനം പറയുമ്പോൾ വചനത്തിലൂടെ വരുന്ന ദൂത് ഏറ്റെടുത്താൽ അതായിരിക്കും നിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രവചനം. എൻ്റെ സമയം വൈകി തീരുന്നു. എബ്രായ ലേഖനത്തിലെ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. തീം ഒന്നേ ഉള്ളൂ, നമ്മൾ വളരണം. ക്രിസ്തു എന്ന തലയോളം വരണം. വളർന്ന് വന്നേ ഒക്കത്തുള്ളൂ. വായിച്ചാട്ടെ ബ്രദർ ഒരിക്കൂടെ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും ഞാൻ. 1-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ഒരു ചെറുക്കൻ 2-ാം ക്ലാസ്സിലെ പാഠപുസ്തകം കിട്ടാത്തത് കൊണ്ട് 1-ാം പാഠം കൂട്ടിക്കെട്ടി പഠിച്ചാൽ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാവുമോ? അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ആവർത്തനം കൊണ്ട് പുരോഗതിയില്ല. ആവർത്തിച്ചത് കൊണ്ട്, ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഉയർച്ചയും വളർച്ചയുമില്ല. നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ഓരോ ദിവസവും ഈ മന്ന അത് വെയിലുറയ്ക്കുമ്പോൾ പിന്നെ കാണുന്ന സൂത്രമല്ല, അതാത് ദിവസം പെറുക്കിയെടുത്താൽ നിങ്ങൾക്കൊരു കാര്യമുണ്ടാകും. വളരുവാനുള്ള പോഷകഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുവെഴുത്തുകളെ ദിനം പ്രതി ധ്യാനിച്ച് വളർച്ചയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അവസരത്തിന് നന്ദി. താങ്ക് യു. കർത്താവിന് മഹത്വം, സ്തോത്രം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ ഏൽപ്പിച്ച്, നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണമെന്ന്, ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെന്ന്. സ്തോത്രം. ദൈവസഭയ്ക്ക് ഡിഫറെൻ്റ് ഓഫീസസ് നൽകിയിരിക്കുന്നത്, വിവിധ ശുശ്രൂഷകൾ നൽകിയിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ തലയോളം വളരേണ്ടതിന്, അതിനു വേണ്ട പോഷക ഗുണങ്ങൾ, പോഷകാഹാരങ്ങൾ സ്തോത്രം അടങ്ങിയിരിക്കുന്ന തിരുവെഴുത്ത് ദിനം പ്രതി വായിച്ച് ധ്യാനിച്ച് അതിൽ നിന്നുള്ള ആത്മീകാഹാരം ഭക്ഷിച്ച് സ്തോത്രം കർത്താവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ ഇന്ന് പകൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു നാഥാ. ദൈവവചനം കേട്ട ഏറ്റെടുത്ത് അവിടുത്തെ മക്കളെ സമർപ്പിച്ചു തരുന്നു. കർത്താവ്, ഈ വചനപ്രകാരം കർത്താവെ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തലയോളം വളരുവാൻ, ആ പരിജ്ഞാന പൂർത്തിയിൽ എത്തിച്ചേരുവാൻ, സ്തോത്ര കർത്താവിന് വേണ്ടി മാത്രം ജീവിപ്പാൻ, ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥന. ഞങ്ങളെ വിശ്വാസം വർദ്ധിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥന. യേശുവിനെ
ഓരോ ദിവസവും ആമേൻ സ്തോത്രം കൂടുതൽ അറിയുവാൻ, കൂടുതൽ സ്നേഹിക്കുവാൻ, ആമേൻ കർത്താവിന് വേണ്ടി മാത്രം നിലകൊള്ളുവാൻ, ജീവിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചന ശുശ്രൂഷിച്ച് അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വീണ്ടും കർത്താവ് ശക്തീകരിക്കുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കും. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുറന്നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്ര തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ ഈ സമയത്ത് മുമ്പോട്ട് കടന്നു വരുമല്ലോ. ഒരു നിമിഷം.